അധ്യായം 40 അൽ മുഅ്മിൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 85. സത്യവിശ്വാസി എന്നാണ് ശീർഷക ഉദ്ദേശ്യം. 28-ാം സൂക്തത്തിലാണ് പ്രസ്തുത പദം പ്രയോഗിച്ചത്. തൊട്ടു മുമ്പുള്ള അസ്സുമർ അധ്യായത്തിനു ശേഷമാണ് ഇതവതരിച്ചത്. മൂസാ നബിയുടെയും ഫിർഔന്റെയും അനുഭവം സമർപ്പിച്ച് സത്യനിഷേധികളുടെ കുൽസിത ശ്രമങ്ങളൊന്നും വിജയിക്കുകയില്ലെന്ന് വ്യക്തമാക്കുന്നു. സത്യവിശ്വാസികളും സത്യനിഷേധികളും രണ്ടു വിഭാഗത്തോടും ചേരാതെ മാറി നിൽക്കുന്നവരും ഇതിലെ സംബോധിതരാണ്. ഈ അധ്യായത്തിന് ഗാഫിർ എന്ന മറ്റൊരു പേരുകൂടിയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അല്ലാഹുവിൽ നിന്നാണ്. അവൻ പാപം പൊറുക്കുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. അതിരുകളില്ലാത്ത കഴിവുകളുള്ളവനും. അവനല്ലാതെ ദൈവമില്ല. അവങ്കിലേക്കാണ് എല്ലാറ്റിന്റെയും മടക്കം. സത്യത്തെ തള്ളിപ്പറഞ്ഞവരല്ലാതെ അല്ലാഹുവിന്റെ വചനങ്ങളെപ്പറ്റി തർക്കിക്കുകയില്ല. അതിനാൽ നാട്ടിലെങ്ങുമുള്ള അവരുടെ സ്വൈരവിഹാരം നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ. ഇവർക്കു മുമ്പ് നൂഹിന്റെ ജനതയും സത്യത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പിറകെ വന്ന പല ജനപദങ്ങളും അതുതന്നെ ചെയ്തു. ഓരോ ജനപദവും തങ്ങളുടെ ദൈവദൂതനെ പിടികൂടാൻ ഒരുമ്പെട്ടു. അസത്യമുപയോഗിച്ച് സത്യത്തെ തകർക്കാൻ അവർ തർക്കിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ഞാൻ അവരെ പിടികൂടി. അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ സത്യനിഷേധികൾ നരകാവകാശികളാണെന്ന നിന്റെ നാഥന്റെ വചനം സ്ഥാപിതമായി. സിംഹാസനം വഹിക്കുന്നവരും അതിനു ചുറ്റുമുള്ളവരും തങ്ങളുടെ നാഥനെ കീർത്തിക്കുന്നതോടൊപ്പം അവന്റെ വിശുദ്ധി വാഴ്ത്തുന്നു. അവനിൽ അടിയുറച്ചു വിശ്വസിക്കുന്നു. വിശ്വാസികളുടെ പാപമോചനത്തിനായി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു: ഞങ്ങളുടെ നാഥ, നിന്റെ അനുഗ്രഹവും അറിവും സകല വസ്തുക്കളെയും വലയം ചെയ്തു നിൽക്കുന്നവയാണല്ലോ. അതിനാൽ പശ്ചാത്തപിക്കുകയും നിന്റെ പാത പിന്തുടരുകയും ചെയ്തവർക്ക് നീ പൊറത്തു കൊടുക്കണമേ. അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥ, അവർക്ക് നീ വാഗ്ദാനം ചെയ്ത നിത്യവാസത്തിനുള്ള സ്വർഗ്ഗത്തിൽ അവരെ പ്രവേശിപ്പിക്കണമേ. അവരുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ എന്നിവരിലെ സച്ചരിതരെയും. നിശ്ചയം നീയാണ് പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തണമേ. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നീ ആരെ തിന്മയിൽ നിന്ന് കാക്കുന്നുവോ അവനോട് നീ തീർച്ചയായും കരുണ കാണിച്ചിരിക്കുന്നു. അതിമഹത്തായ വിജയവും അതുതന്നെ. സത്യത്തെ തള്ളിപ്പറഞ്ഞവരോട് അന്ന് വിളിച്ചു പറയും: ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോടു തന്നെ കഠിനമായ വെറുപ്പുണ്ട്. എന്നാൽ നിങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുകയും നിങ്ങളതിനെ തള്ളിക്കളയുകയും ചെയ്തപ്പോഴുള്ള അല്ലാഹുവിന്റെ വെറുപ്പ് ഇതിനേക്കാൾ എത്രയോ രൂക്ഷമായിരുന്നു. അവർ പറയും: ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ 2 തവണ മരിപ്പിച്ചു, 2 തവണ ജീവിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ വല്ല വഴിയുമുണ്ടോ? ഈ അവസ്ഥയ്ക്ക് കാരണമിതാണ്: ഏകനായ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ അത് നിരാകരിച്ചു. അവനിൽ മറ്റുള്ളവരെ പങ്കുചേർത്തപ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് മഹാനും അത്യുന്നതനുമായ ദൈവത്തിന്റേതാണ് വിധി തീർപ്പ്. അവനാണ് നിങ്ങൾക്ക് തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നത്. ആകാശത്തുനിന്ന് അവൻ നിങ്ങൾക്ക് അന്നം ഇറക്കിത്തരുന്നു. പശ്ചാത്തപിക്കുന്നവൻ മാത്രമാണ് ചിന്തിച്ച് ഉദ്ബുദ്ധനാകുന്നത്. അതിനാൽ കീഴ്വണക്കം അല്ലാഹുവിനു മാത്രമാക്കി അവനോട് പ്രാർത്ഥിക്കുക, സത്യനിഷേധികൾക്ക് അതെത്ര അനിഷ്ടകരമാണെങ്കിലും. അവൻ ഉന്നത പദവികളുടെ ഉടമയാണ്.
സിംഹാസനത്തിനധിപനും തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവർക്ക് തന്റെ സന്ദേശത്തിന്റെ ചൈതന്യം അവൻ നൽകുന്നു. കൂടിക്കാഴ്ചയുടെ നാളിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകാനാണിത്. എല്ലാവരും പുറത്തുവരുന്ന ദിനമാണ് അതുണ്ടാവുക. അന്ന് അവരുടെ ഒരു കാര്യവും അല്ലാഹുവിൽ നിന്നൊളിഞ്ഞിരിക്കുകയില്ല. ആർക്കാണ് അന്ന് ആധിപത്യം? ഏകനും എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനുമായ അല്ലാഹുവിന് മാത്രം. അന്ന് ഓരോ വ്യക്തിക്കും അവൻ സമ്പാദിച്ചതിന്റെ പ്രതിഫലം നൽകും. അന്ന് ഒരനീതിയുമുണ്ടാവില്ല. അല്ലാഹു വളരെ വേഗം വിചാരണ ചെയ്യുന്നവനാണ്. അടുത്തെത്തിക്കഴിഞ്ഞ ആ നാളിനെപ്പറ്റി നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക. ഹൃദയങ്ങൾ തൊണ്ടക്കുഴികളിലേക്കുയർന്നു വരികയും ജനം കൊടിയ ദുഃഖിതരാവുകയും ചെയ്യുന്ന സന്ദർഭമാണത്. അക്രമികൾക്ക് അന്ന് ആത്മമിത്രമോ സ്വീകാര്യനായ ശുപാർശകനോ ഉണ്ടാവുകയില്ല. കള്ളനോട്ടവും അന്തർഗതങ്ങളുമെല്ലാം അല്ലാഹു അറിയുന്നു. അല്ലാഹു സത്യനിഷ്ഠമായ വിധി തീർപ്പുണ്ടാക്കുന്നു. അവനെയല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരും തന്നെ ഒന്നിലും ഒരു തീർപ്പും കൽപ്പിക്കുന്നില്ല. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഇക്കൂട്ടർ ഭൂമിയിൽ സഞ്ചരിച്ച് തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ അന്ത്യം എവ്വിധമായിരുന്നുവെന്ന് കണ്ടു മനസ്സിലാക്കിയിട്ടില്ലേ? അവർ കരുത്തുകൊണ്ടും ഭൂമിയിൽ ബാക്കിവെച്ച പ്രൗഢമായ പാരമ്പര്യം കൊണ്ടും ഇവരെക്കാളേറെ പ്രബലന്മാരായിരുന്നു. അങ്ങനെ അവരുടെ തെറ്റുകുറ്റങ്ങൾ കാരണം അല്ലാഹു അവരെ പിടികൂടി. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അതിനു കാരണമിതാണ്: അവരിലേക്കുള്ള ദൈവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തെത്താറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവർ ആ ദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. അതിനാൽ അല്ലാഹു അവരെ പിടികൂടി. നിശ്ചയം അല്ലാഹു അതിശക്തനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനും. മൂസായെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായി നാം അയക്കുകയുണ്ടായി. ഫിർഔന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും അടുത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ജാലവിദ്യക്കാരനാണ്. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സത്യവുമായി അദ്ദേഹം അവരുടെ അടുത്തു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവനോടൊപ്പം വിശ്വസിച്ചവരുടെ ആൺകുട്ടികളെ നിങ്ങൾ കൊന്നുകളയുക, പെൺകുട്ടികളെ ജീവിക്കാൻ വിടുക. എന്നാൽ സത്യനിഷേധികളുടെ തന്ത്രം പിഴച്ചുപോയി. ഫിർഔൻ പറഞ്ഞു, എന്നെ വിടൂ, മൂസായെ ഞാൻ കൊല്ലുകയാണ്. അവൻ അവന്റെ നാഥനോട് പ്രാർത്ഥിച്ചു നോക്കട്ടെ. അവൻ നിങ്ങളുടെ ജീവിതക്രമം മാറ്റിമറിക്കുകയോ നാട്ടിൽ കുഴപ്പം കുത്തിപ്പൊക്കുകയോ ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. മൂസ പറഞ്ഞു, വിചാരണ നാളിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും എന്റെയും നിങ്ങളുടെയും നാഥനിൽ ഞാൻ ശരണം തേടുന്നു. സത്യവിശ്വാസിയായ ഒരാൾ പറഞ്ഞു, അയാൾ ഫിർഔന്റെ വംശത്തിൽപ്പെട്ട വിശ്വാസം ഒളിപ്പിച്ചുവെച്ച ഒരാളായിരുന്നു. എന്റെ നാഥൻ അല്ലാഹുവാണ് എന്നു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയോ? അദ്ദേഹം നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്നിട്ടും അദ്ദേഹം കള്ളം പറയുന്നവനാണെങ്കിൽ ആ കളവിന്റെ ദോഷഫലം അദ്ദേഹത്തിനു തന്നെയാണ്. മറിച്ച് സത്യവാനാണെങ്കിലോ അദ്ദേഹം നിങ്ങളെ താക്കീത് ചെയ്യുന്ന ശിക്ഷകളിൽ ചിലതെങ്കിലും നിങ്ങളെ ബാധിക്കും. തീർച്ചയായും പരിധി വിടുന്നവരെയും കള്ളം പറയുന്നവരെയും അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. എന്റെ ജനമേ, ഇന്ന് നിങ്ങൾക്കിവിടെ ആധിപത്യമുണ്ട്. നാട്ടിൽ ജയിച്ചു നിൽക്കുന്നവരും നിങ്ങൾ തന്നെ. എന്നാൽ ദൈവശിക്ഷ വന്നെത്തിയാൽ നമ്മെ സഹായിക്കാൻ ആരാണുണ്ടാവുക? ഫിർഔൻ പറഞ്ഞു, എനിക്ക് ശരിയായി തോന്നുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നേർവഴിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. ആ സത്യവിശ്വാസി പറഞ്ഞു, എന്റെ ജനമേ, ആ കക്ഷികൾക്കുണ്ടായ ദുർദിനം പോലൊന്ന് നിങ്ങൾക്കുമുണ്ടാകുമോയെന്ന് ഞാൻ ഭയപ്പെടുന്നു. നൂഹിന്റെ ജനതയ്ക്കും ആദിനും സമൂദിനും അവർക്ക് ശേഷമുള്ളവർക്കും ഉണ്ടായതുപോലുള്ള അനുഭവം അല്ലാഹു തന്റെ ദാസന്മാരോട് അതിക്രമം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
എന്റെ ജനമേ, അന്യോന്യം വിളിച്ച് അലമുറയിടേണ്ടി വരുന്ന ഒരു ദിനം നിങ്ങൾക്കുണ്ടാകുമോയെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ രക്ഷയ്ക്കായി പിന്തിരിഞ്ഞോടുന്ന ദിനം, അന്ന് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല. അല്ലാഹു വഴികേടിലാക്കുന്നവരെ നേർവഴിയിലാക്കുന്ന ആരുമില്ല. വ്യക്തമായ തെളിവുകളുമായി മുമ്പ് യൂസഫ് നിങ്ങളുടെ അടുത്തു വന്നു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശങ്ങളിൽ നിങ്ങൾ സംശയിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം മരണമടഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് ശേഷം അല്ലാഹു ഇനിയൊരു ദൂതനെയും അയക്കുകയേ ഇല്ലെന്ന്. ഇவ்விധം അതിരുവിടുന്നവരെയും സംശയാലുക്കളെയും അല്ലാഹു വഴികേടിലാക്കുന്നു. അല്ലാഹുവിൽ നിന്ന് വന്നു കിട്ടിയ ഒരുവിധ തെളിവുമില്ലാതെ അവന്റെ വചനങ്ങളെപ്പറ്റി തർക്കിക്കുന്നവരാണവർ. ഇക്കാര്യം അല്ലാഹുവിന്റെയും സത്യവിശ്വാസികളുടെയും അടുത്ത് വളരെ വെറുക്കപ്പെട്ടതാണ്. അത്തരം അഹങ്കാരികളും ഗർവിഷ്ഠരുമായ എല്ലാവരുടെയും ഹൃദയങ്ങൾക്ക് അല്ലാഹു ഇவ்விധം മുദ്രവെക്കുന്നു. ഫിർഔൻ പറഞ്ഞു, ഹാമാൻ, എനിക്ക് ഒരു ഗോപുരം ഉണ്ടാക്കിത്തരിക, ഞാൻ ആ വഴികളിലൊന്നെത്തട്ടെ. ആകാശത്തിന്റെ വഴികളിൽ അങ്ങനെ മൂസായുടെ ദൈവത്തെ ഞാനൊന്ന് എത്തിനോക്കട്ടെ. നിശ്ചയമായും മൂസ നുണ പറയുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. അவ்விധം ഫിർഔന് അവന്റെ ചെയ്തികൾ ചേതോഹരമായി തോന്നി. അവൻ നേർവഴിയിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തു. ഫിർഔന്റെ തന്ത്രങ്ങളൊക്കെയും പരാജയപ്പെടുകയായിരുന്നു. ആ വിശ്വാസി പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ എന്നെ പിൻപറ്റുക, ഞാൻ നിങ്ങളെ വിവേകത്തിന്റെ വഴിയിലൂടെ നയിക്കാം. എന്റെ ജനമേ, ഈ ഐഹിക ജീവിത സുഖം താൽക്കാലിക വിഭവം മാത്രമാണ്. തീർച്ചയായും പരലോകം തന്നെയാണ് സ്ഥിരവാസത്തിനുള്ള ഭവനം. ആർ തിന്മ ചെയ്താലും അതിനു തുല്യമായ പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സത്യവിശ്വാസിയായി സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അവർക്കവിടെ കണക്കറ്റ ജീവിത വിഭവം ലഭിച്ചുകൊണ്ടിരിക്കും. എന്റെ ജനമേ, എന്തൊരവസ്ഥയാണെന്റേത്! ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ എന്നെ നരകത്തിലേക്കും വിളിക്കുന്നു. ഞാൻ അല്ലാഹുവെ ധിക്കരിക്കണമെന്നും എനിക്കൊട്ടും അറിഞ്ഞുകൂടാത്തവയെ ഞാൻ അവനിൽ പങ്കുചേർക്കണമെന്നുമാണല്ലോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ നിങ്ങളെ വിളിക്കുന്നതോ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമായ ദൈവത്തിലേക്കും. സംശയമില്ല, ഏതൊന്നിലേക്കാണോ നിങ്ങൾ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇഹലോകത്ത് ഒരു സന്ദേശവും നൽകാനില്ല, പരലോകത്തുമില്ല. നമ്മുടെയൊക്കെ മടക്കം അല്ലാഹുവിങ്കലേക്കാണ്. തീർച്ചയായും അതിക്രമികൾ തന്നെയാണ് നരകാവകാശികൾ. ഇപ്പോൾ ഞാൻ പറയുന്നത് പിന്നെയൊരിക്കൽ നിങ്ങൾ ഓർക്കുക തന്നെ ചെയ്യും. എന്റെ സർവ്വവും ഞാനിതാ അല്ലാഹുവിൽ സമർപ്പിക്കുന്നു. തീർച്ചയായും അല്ലാഹു അവന്റെ ദാസന്മാരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ അവരുണ്ടാക്കിയ കുതന്ത്രങ്ങളുടെ ദുരന്തങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു അദ്ദേഹത്തെ രക്ഷിച്ചു. ഫിർഔന്റെ ആൾക്കാർ കടുത്ത ശിക്ഷാവലയത്തിൽ അകപ്പെടുകയും ചെയ്തു. കത്തിയാളുന്ന നരകത്തി രാവിലെയും വൈകുന്നേരവും അവരെ അതിനു മുമ്പിൽ ഹാജരാക്കും. അന്ത്യസമയം വന്നെത്തുന്ന നാളിൽ ഇങ്ങനെ ഒരു ഉത്തരവുണ്ടാകും: ഫിർഔന്റെ ആളുകളെ കൊടിയ ശിക്ഷയിലേക്ക് തള്ളിവിടുക. നരകത്തിൽ അവർ അന്യോന്യം കശപിശ കൂടുന്നതിനെക്കുറിച്ച് ഓർത്തുനോക്കൂ. അപ്പോൾ ഭൂമിയിൽ ദുർബലരായിരുന്നവർ കേമന്മാരായി നടിച്ചിരുന്നവരോട് പറയും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിക്കഴിയുകയായിരുന്നു. അതിനാൽ ഞങ്ങളെ ഈ നരകശിക്ഷയിൽ നിന്ന് അല്പമെങ്കിലും രക്ഷിക്കാൻ നിങ്ങൾക്കാകുമോ? കേമത്തം നടിച്ചവർ പറയും, തീർച്ചയായും നാം ഒക്കെ ഇവിടെ ഈ അവസ്ഥയിലാണ്. അല്ലാഹു തന്റെ ദാസന്മാർക്കിടയിൽ വിധി നടപ്പാക്കി കഴിഞ്ഞു. നരകാവകാശികൾ അതിന്റെ കാവൽക്കാരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ നാഥനോടൊന്ന് പ്രാർത്ഥിച്ചാലും അവൻ ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും ഞങ്ങൾക്ക് ലഘൂകരിച്ചു തന്നാൽ നന്നായേനെ.
ആ കാവൽക്കാർ ചോദിക്കും, നിങ്ങൾക്കുള്ള ദേവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവർ പറയും, അതെ. അപ്പോൾ ആ കാവൽക്കാർ പറയും, എങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളുക. സത്യനിഷേധികളുടെ പ്രാർത്ഥന തീർത്തും നിഷ്ഫലമത്രേ. തീർച്ചയായും നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും നാം സഹായിക്കും, ഈ ഐഹിക ജീവിതത്തിലും സാക്ഷികൾ രംഗത്തു വരുന്ന അന്ത്യനാളിലും. അന്ന് അക്രമികൾക്ക് അവരുടെ ഒഴികഴിവുകൾ ഒട്ടും ഉപകരിക്കുകയില്ല. അവർക്കാണ് കൊടും ശാപം. വളരെ ചീത്തയായ പാർപ്പിടമാണ് അവർക്കുണ്ടാവുക. മൂസാക്കു നാം നേർവഴി നൽകി. ഇസ്രായേൽ മക്കളെ നാം വേദപുസ്തകത്തിന്റെ അവകാശികളാക്കി. അത് വിചാരമതികൾക്ക് വഴികാട്ടിയും ഉത്തമമായ ഉദ്ബോധനവുമായിരുന്നു. അതിനാൽ നീ ക്ഷമിക്കുക. സംശയമില്ല, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. നിന്റെ പാപങ്ങൾക്ക് മാപ്പിരക്കുക. രാവിലെയും വൈകുന്നേരവും നിന്റെ നാഥനെ വാഴ്ത്തുക, അവനെ കീർത്തിക്കുക. ഒരു തെളിവുമില്ലാതെ അല്ലാഹുവിന്റെ വചനങ്ങളെപ്പറ്റി തർക്കിക്കുന്നതാരോ? ഉറപ്പായും അവരുടെ ഹൃദയങ്ങളിൽ അഹങ്കാരം മാത്രമേയുള്ളൂ. എന്നാൽ അവർക്കാർക്കും ഉയരങ്ങളിലെത്താനാവില്ല. അതിനാൽ നീ അല്ലാഹുവോട് രക്ഷ തേടുക. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ആകാശഭൂമികളുടെ സൃഷ്ടി മനുഷ്യ സൃഷ്ടിയേക്കാൾ എത്രയോ വലിയ കാര്യമാണ്. പക്ഷേ അധികം ആളുകളും അതറിയുന്നില്ല. കുരുടനും കാഴ്ചയുള്ളവനും ഒരുപോലെയല്ല. സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മം പ്രവർത്തിച്ചവരും തിന്മ ചെയ്തവരും സമമാവുകയില്ല. നിങ്ങൾ വളരെ കുറച്ചേ ചിന്തിച്ചു മനസ്സിലാക്കുന്നുള്ളൂ. ആ അന്ത്യസമയം വന്നെത്തുക തന്നെ ചെയ്യും, അതിലൊട്ടും സംശയം വേണ്ട. എന്നാൽ മനുഷ്യരിലേറെ പേരും വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്കുത്തരം തരാം. എന്നെ വഴിപ്പെടാതെ അഹന്ത നടിക്കുന്നവർ ഏറെ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കും. അല്ലാഹുവാണ് നിങ്ങൾക്ക് രാവൊരുക്കിത്തന്നത്, നിങ്ങൾ ശാന്തി നേടാൻ. പകലിനെ പ്രകാശപൂരിതമാക്കിയതും അവനാണ്. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് ഏറെ ഔദാര്യമുള്ളവനാണ്. എന്നാൽ മനുഷ്യരിലേറെ പേരും നന്ദി കാണിക്കുന്നില്ല. അവനാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു, സകല വസ്തുക്കളുടെയും സ്രഷ്ടാവ്. അവനല്ലാതെ ദൈവമില്ല. എന്നിട്ടും നിങ്ങൾ എങ്ങനെ വഴിതെറ്റിപ്പോകുന്നു? അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറയുന്നവർ ഇങ്ങനെ തന്നെയാണ് വഴിതെറ്റിപ്പോകുന്നത്. അല്ലാഹു തന്നെയാണ് നിങ്ങൾക്ക് ഭൂമിയെ പാർക്കാൻ പറ്റിയതാക്കിയത്. മാനത്തെ മേൽപ്പുരയാക്കിയതും അവൻ തന്നെ. അവൻ നിങ്ങൾക്ക് രൂപമേകി, ആ രൂപത്തെ ഏറെ മികവുറ്റതാക്കി. വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തന്നു. ആ അല്ലാഹു തന്നെയാണ് നിങ്ങളുടെ നാഥൻ. പ്രപഞ്ചനാഥനായ അല്ലാഹു അനുഗ്രഹപൂർണൻ തന്നെ. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവനല്ലാതെ ദൈവമില്ല. അതിനാൽ ആത്മാർത്ഥതയോടെ അവനു മാത്രം കീഴ്പ്പെടുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. പ്രപഞ്ചനാഥനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. പറയുക, അല്ലാഹുവെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവയെ പൂജിക്കാൻ എനിക്കനുവാദമില്ല. എനിക്കെന്റെ നാഥനിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു. പ്രപഞ്ചനാഥന് സമസ്തവും സമർപ്പിക്കാനാണ് അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. അവനാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്, പിന്നെ ബീജകണത്തിൽ നിന്ന്, പിന്നീട് ഭ്രൂണത്തിൽ നിന്നും. തുടർന്ന് ശിശുവായി അവൻ നിങ്ങളെ പുറത്തുകൊണ്ടുവരുന്നു. അതിനുശേഷം നിങ്ങൾ കരുത്തു നേടാനാണിത്. അവസാനം നിങ്ങൾ വൃദ്ധരായി തീരാനും. നിങ്ങളിൽ ചിലർ നേരത്തെ തന്നെ മരണമടയുന്നു. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അവധിയിലെത്താനുമാണിത്. ഒരു വേള നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയെങ്കിലോ. അവനാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവട്ടെ എന്ന് പറയുകയേ വേണ്ടൂ, അതുണ്ടാവുന്നു.
അല്ലാഹുവിന്റെ വചനങ്ങളെപ്പറ്റി തർക്കിക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ? അവരെങ്ങനെയാണ് വഴിതെറ്റിപ്പോകുന്നതെന്ന്. വേദപുസ്തകത്തെയും നമ്മുടെ ദൂതന്മാരോടൊപ്പം നാം അയച്ച സന്ദേശത്തെയും തള്ളിപ്പറഞ്ഞവരാണവർ. ഏറെ വൈകാതെ എല്ലാം അവരറിയും. അവരുടെ കഴുത്തുകളിൽ കുരുക്കുകളും ചങ്ങലകളും വീഴുമ്പോഴായിരിക്കും അത്. ചുട്ടുപൊള്ളുന്ന വെള്ളത്തിലൂടെ അവർ വലിച്ചിഴക്കപ്പെടും. പിന്നെ അവർ നരകത്തീയിലെരിയും. പിന്നീട് അവരോടിങ്ങനെ ചോദിക്കും, അല്ലാഹുവെ വെടിഞ്ഞ് നിങ്ങൾ അവനിൽ പങ്കുചേർത്തിരുന്നവരെവിടെ? അവർ പറയും, ആ പങ്കാളികൾ ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു. അല്ല, ഞങ്ങൾ മുമ്പ് ഒന്നിനെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നില്ല. ഇങ്ങനെയാണ് അല്ലാഹു സത്യനിഷേധികളെ വഴികേടിലാക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ അനർഹമായി പൊങ്ങച്ചം കാണിച്ചതിനാലും അഹങ്കരിച്ചതിനാലുമാണിത്. ഇനി നിങ്ങൾ നരക കവാടങ്ങൾ കടന്നുകൊള്ളുക. നിങ്ങൾ അവിടെ സ്ഥിരവാസികളായിരിക്കും. അഹങ്കാരികളുടെ താവളം വളരെ ചീത്ത തന്നെ. അതിനാൽ നീ ക്ഷമിക്കുക. അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. നാം അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷകളിൽ ചിലത് നിന്നെ നാം കാണിച്ചു തന്നേക്കാം. അല്ലെങ്കിൽ അതിനു മുമ്പേ നിന്നെ നാം മരിപ്പിച്ചേക്കാം. ഏതായാലും അവർ തിരിച്ചു വരിക നമ്മുടെ അടുത്തേക്കാണ്. നിനക്കു മുമ്പ് നിരവധി ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ ചിലരുടെ ചരിത്രം നിനക്ക് നാം വിവരിച്ചു തന്നിരിക്കുന്നു. വിവരിച്ചു തരാത്ത ചിലരുമുണ്ട്. ഒരു ദൈവദൂതനും അല്ലാഹുവിന്റെ അനുമതിയോടെയല്ലാതെ ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല. അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ ന്യായമായ വിധി തീർപ്പുണ്ടാവും. അതോടെ അസത്യവാദികൾ കൊടും നഷ്ടത്തിലകപ്പെടും. നിങ്ങൾക്ക് കന്നുകാലികളെ സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവാണ്. അവയിൽ ചിലത് നിങ്ങൾക്ക് സവാരി ചെയ്യാനാണ്, ചിലതിനെ നിങ്ങൾ ആഹരിക്കുകയും ചെയ്യുന്നു. അവ കൊണ്ട് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനമുണ്ട്. അവയിലൂടെ നിങ്ങളുടെ മനസ്സിലെ ഉദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്നു. അവയുടെ പുറത്തിരുന്നും കപ്പലുകളിലുമാണല്ലോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്. അല്ലാഹു തന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കിതാ കാണിച്ചു തരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അവർ ഭൂമിയിൽ സഞ്ചരിച്ച് അവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന് നോക്കി മനസ്സിലാക്കിയിട്ടില്ലേ? അവർ ഇവരെക്കാൾ അംഗബലമുള്ളവരായിരുന്നു. കരുത്തുകൊണ്ടും ഭൂമിയിൽ ശേഷിപ്പിച്ച പൈതൃകം കൊണ്ടും കൂടുതൽ പ്രബലരായിരുന്നു. എന്നിട്ടും അവർ സമ്പാദിച്ചുകൊണ്ടിരുന്നതൊന്നും അവർക്ക് ഉപകരിച്ചില്ല. അങ്ങനെ അവർക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു ചെന്നപ്പോൾ തങ്ങളുടെ വശമുള്ള വിജ്ഞാനം കൊണ്ട് അവർ പുളകം കൊള്ളുകയാണുണ്ടായത്. അതിനാൽ അവർ പരിഹസിച്ചുകൊണ്ടിരുന്ന ശിക്ഷ അവരെ ആവരണം ചെയ്തു. നമ്മുടെ ശിക്ഷ നേരിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിതാ ഏകനായ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്നു. അവനിൽ പങ്കുചേർത്തിരുന്ന സകലതിനെയും ഞങ്ങളിതാ തള്ളിപ്പറയുന്നു. എന്നാൽ നമ്മുടെ ശിക്ഷ കണ്ടുകഴിഞ്ഞ ശേഷമുള്ള വിശ്വാസം അവർക്കൊട്ടും ഉപകരിച്ചില്ല. അല്ലാഹു തന്റെ ദാസന്മാരുടെ കാര്യത്തിൽ നേരത്തെ സ്വീകരിച്ചു പോന്ന നടപടിക്രമമാണിത്. അതോടെ സത്യനിഷേധികൾ കൊടിയ നഷ്ടത്തിലകപ്പെടുന്നു.